മീഡിയാസിലേക്ക് സ്വാഗതം. വാഴ ഇറങ്ങി 4 ദിനങ്ങൾ കഴിയുന്നു. 4-ാം ദിവസം ഞായറാഴ്ച റെക്കോർഡ് കളക്ഷനാണ് സിനിമ തൂക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക താരങ്ങളാരും തന്നെ ഇല്ല ഈ സിനിമയിൽ. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിജു സണ്ണിയും ജോമോൻ അതേപോലെ സാഫ് അവരൊക്കെയാണ് നായകന്മാരായി എത്തിയിരിക്കുന്നത്. എന്തായാലും വമ്പൻ താരനിരയോടെ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതായത് യൂത്ത് വിങ്ങിലെ മികച്ച നടന്മാരാണ് ഇതിനകത്തിൽ അണിയറയിൽ അല്ലെങ്കിൽ ഇതിനകത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അവരുടെ ആ ഒരു സിനിമ ഒരു തരംഗമായി മാറുകയാണ്. ആദ്യ ദിനം ഈ സിനിമയുടെ പേര് കേട്ടപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടും തോന്നിയില്ല. ഒരു സാധാരണ തട്ടിക്കൂട്ട് സിനിമയെന്നാണ് വിചാരിച്ചത്. പക്ഷേ സിനിമയുടെ പ്രകടനം അതിഗംഭീരം തന്നെയാണെന്ന് പറയാം. ജിത്തു ജോസഫിൻ്റെ അടക്കം മികച്ച സിനിമകൾ വന്നു. മണിച്ചിത്രത്താഴ് പോലെയുള്ള മികച്ച സിനിമകൾ ഇവിടെ ഓടി നിറഞ്ഞ സദസ്സിൽ ഓടുമ്പോൾ വാഴ റെക്കോർഡ് തൂക്കുകയാണ്. വാഴ കുലച്ചു എന്ന് തന്നെ അങ്ങ് പറഞ്ഞു എന്ന് പറയാം. ആദ്യ ദിനം സിനിമ നേടിയത് 1,25,00,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി നേടിയത്. 2-ാം ദിവസമായപ്പോൾ അതിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന കണ്ട് 1,28,00,000 രൂപയോളമാണ് നേടിയത്. 3-ാം ദിവസം ഞായറാഴ്ച സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നു കളക്ഷൻ കൂടും. അവിടെ അത് സംഭവിച്ചു. 1,86,00,000 മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായി വന്നത്. എടുത്തു പറയുന്നു, ട്രാക്ഡ് കളക്ഷൻസിലെ ഗ്രോസ് എമൗണ്ട് ആണ് പറയുന്നത് എന്നുള്ളത്. ഇന്ന് ഞായറാഴ്ച എല്ലാ കാര്യങ്ങളും കാറ്റിൽ പറത്തി റെക്കോർഡ് തൂക്കിക്കൊണ്ടാണ് സിനിമയുടെ കളക്ഷൻ വന്നത്. 841ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 72% ഓക്യുപ്പൻസി വന്നത്. ഇന്ന് കളക്ഷൻ വന്നത് 2,28,00,000 രൂപയോളമാണ്. അതായത് ഇന്നലത്തിനേക്കാളും 1 കോടി രൂപയോളമാണ് സിനിമയ്ക്ക് ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ്. വാഴ അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ്സായി മാറുക. നമുക്കറിയാം, വലിയ ബഡ്ജറ്റും കാര്യങ്ങളുമായിട്ട് വന്നതല്ല, വലിയ രീതിയിൽ വന്ന സിനിമയല്ല. പക്ഷേ സിനിമ കൊള്ളാമെങ്കിൽ ജനങ്ങൾ കാണുമെന്നുള്ളതിൻ്റെ ഉറപ്പ് തരുന്ന സിനിമ തന്നെയാണ് വാഴ. നല്ല മികച്ച രീതിയിലുള്ള കോമഡി എല്ലാം കൊണ്ട് സിനിമ മികച്ചതായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജന അഭിപ്രായം. ഇതിനോടകം തന്നെ 3000 ഷോകളാണ് നടന്നിരിക്കുന്നത്. 4 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത്. എന്താണേലും 6,67,00,000 രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 8 കോടിക്ക് അടുത്താണ് സിനിമയുടെ മൊത്തം കളക്ഷൻ ഇതുവരെ വന്നിരുന്നത്. കേരള കളക്ഷൻ മാത്രമായിട്ട് വലിയ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് സിനിമ. ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഈ കാറ്റഗറിയിൽ വരുന്ന സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലെവലിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കുമുള്ള ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് മലയാളത്തിലുള്ള മാക്സിമം എമൗണ്ട് അല്ല പറഞ്ഞത്. കുറഞ്ഞ ചിലവിൽ വന്ന് വലിയ ഒരു തുക കൊണ്ടുപോകുന്ന സിനിമ എന്നുള്ള ലെവലിൽ വരുന്ന ദിവസങ്ങളിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഓരോ ദിവസങ്ങളിലും സിനിമയ്ക്ക് ഇതുവരെ കഴിഞ്ഞ 4 ദിവസങ്ങളിലും 50% മുകളിലാണ് ഓക്യുപ്പൻസി. ആവറേജ് വന്നിരിക്കുന്ന 62%. അപ്പോൾ ഈ സിനിമ കണ്ടവരാരൊക്കെയുണ്ട് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. എന്തായാലും ഈ മാസത്തെ, അതായത് ഓഗസ്റ്റ് മാസത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഈ ഒരു സിനിമ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഇതേ മീഡിയാസ്.